ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഫ്ത്ത് മോഡ്യൂളിൻ്റെ MCQ സെഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ പ്രോസസ് ഓഫ് സോൾഡറിംഗ് യു ഹാവ് നോട്ടീസ് സോൾഡർ നോട്ട് സ്റ്റിക്കിംഗ് ടു സഫിഷ്യൻ്റ്ലി ഹീറ്റഡ് കോപ്പർ സോൾഡറിംഗ് ബിറ്റ് വെൻ റബ്ഡ് ഓവർ സോൾഡർ ബാർ. വാട്ട് സ്റ്റെപ്പ് ഡു യു ടേക്ക് ടു ഓവർകം ദ പ്രോബ്ലം? അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ആ കോപ്പർ സോൾഡറിംഗ് ബിറ്റ് നമ്മൾ ഹീറ്റ് ചെയ്ത് പക്ഷേ സോൾഡർ അതിൽ സ്റ്റിക്ക് ചെയ്യുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒന്ന് പ്രീ ഹീറ്റ് ദ സോൾഡറിനെ പ്രീ ഹീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലീൻ ദ ബിറ്റ് thoroughly, ചേഞ്ച് ദ സോൾഡറിംഗ് ബിറ്റ് ഷേപ്പ്, റബ് ദ ബിറ്റ് ഓവർ ദ സോൾഡർ ഫോർ ലോങ്ങർ പീരീഡ്. കുറേ നേരം ലോങ്ങർ പീരീഡിൽ നമ്മൾ റബ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ആ സോൾഡറിംഗ് ബിറ്റ് നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ സോൾഡർ ബാറിൽ നിന്ന് സോൾഡർ ആ കോപ്പർ സോൾഡറിംഗ് ബിറ്റിൽ സ്റ്റിക്ക് ചെയ്യാത്തത്. ക്ലീൻ ദ ബിറ്റ് thoroughly. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ എലമെന്റ് യൂസ്ഡ് ആസ് എ മെയിൻ കോൺസ്റ്റുവൻറ്റ് അലോങ് വിത്ത് ലെഡ് ഫോർ സോഫ്റ്റ് സോൾഡറിംഗ് ഈസ്. അപ്പം സോഫ്റ്റ് സോൾഡറിംഗ് ലെഡിൻ്റെ കൂടെ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടിന്നാണ്. ഓക്കെ, സോഫ്റ്റ് സോൾഡറിംഗ് ഈസ് ജനറലി ഡൺ. സോഫ്റ്റ് സോൾഡറിംഗ് നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് ആൻസറിലേക്ക് പോവുകയാണ്. ബിലോ 450 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ 427, 420, അത് ഓപ്ഷൻ നോക്കി നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സോൾഡേർഡ് ജോയിന്റ് ഈസ്. സോൾഡേർഡ് ജോയിന്റ് എന്ന് പറയുന്നത് വീക്കർ ദാൻ ബ്രേസിംഗ് ആണോ, സ്ട്രോങ്ങർ ദാൻ ബ്രേസിംഗ് ആണോ, സ്ട്രോങ്ങർ ദാൻ സിൽവർ സോൾഡറിംഗ് ആണോ, സ്ട്രോങ്ങർ ദാൻ വെൽഡിംഗ് ആണോ? ഇതിൽ ഏറ്റവും സ്ട്രോങ്ങർ എന്ന് പറയുന്നത് വെൽഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സോൾഡേർഡ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്രേസിങ്ങിനെ കാട്ടി വീക്കറാണ്. ദ ഹൈറ്റ് ഓഫ് ദ സ്നാപ്പ് ഹെഡ് റിവറ്റ് ഈസ് സ്റ്റാൻഡർഡൈസ് ടു. ഇപ്പോൾ സ്നാപ്പ് ഹെഡ് റിവറ്റിൻ്റെ ഹൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് 0.7 ഇൻറ്റു ഡയമീറ്റർ ഓഫ് റിവറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്തും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ലെങ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ റിവറ്റഡ് ജോയിന്റ് ദ എഡ്ജസ് ഓഫ് ദ പ്ലേറ്റ്സ് ആർ സിംപ്ലി ലെയ്ഡ് ഓവർ ഈച്ച് അതർ ആൻഡ് റിവറ്റഡ്. ദിസ് ജോയിന്റ് ഈസ് കോൾഡ്. അപ്പോൾ റിവറ്റഡ് ജോയിന്റ് ലാപ്പ് ജോയിന്റും ബഡ് ജോയിന്റും ആണ്. ഓക്കെ, അതിൽ ഈ പേര് ശ്രദ്ധിക്കുക, ലെയ്ഡ് ഓവർ ഈച്ച് അതർ. ലെയ്ഡ് ഓവർ ഈച്ച് അതർ എന്ന് പറയുന്നത് ലാപ്പ് ജോയിന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ റിവറ്റഡ് ജോയിന്റ് പ്ലേറ്റ്സ് ആർ പ്ലേസ്ഡ് എൻഡ് ടു എൻഡ്. ഈ പോയിന്റ് നോട്ട് ചെയ്യുക, എൻഡ് ടു എൻഡ് ആൻഡ് ജോയിൻ ത്രൂ കവർ പ്ലേറ്റ്. കവർ പ്ലേറ്റ് വെച്ച് ജോയിൻ ചെയ്യുന്നു. ആ ജോയിന്റിനെ പറയുന്ന പേരാണ് ബഡ് ജോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ റിവറ്റഡ് ജോയിന്റ് വിച്ച് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് റിവറ്റ്സ് ഇൻ ദ സെയിം റോ മെഷേർഡ് പാരലൽ ടു ദ സീം. അപ്പോൾ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇറ്റ് ഈസ് യൂഷ്വലി ഈക്വൽ ടു, അതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് 3 ടൈംസ് ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് ആണ്. ഓക്കെ, 3 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. 3 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ആണ്. ഓക്കെ, ഇൻ എ റിവറ്റഡ് ജോയിന്റ് ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം എ റിവറ്റ് ഹോൾ സെൻറ്റർ ടു ദ നിയറസ്റ്റ് എഡ്ജ് ഓഫ് ദ പ്ലേറ്റ് ഈസ് കോൾഡ്. അപ്പോൾ ഇതിൽ റിവറ്റ് ഹോൾ സെൻറ്ററിൽ നിന്ന് നിയറസ്റ്റ് എഡ്ജ് ഓഫ് ദ പ്ലേറ്റ്, അതിനെ പറയുന്ന പേരാണ് മാർജിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡോളി ഈസ് ദ നെയിം ഗിവൻ ടു എ കാറ്റഗറി ഓഫ് ടൂൾ യൂസ്ഡ് ഇൻ. അപ്പോൾ നമ്മൾ കുറച്ച് ടൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു റിവറ്റിൽ യൂസ് ചെയ്യാൻ. ഓക്കെ, ഡോളി, സ്നാപ്പ്, റിവറ്റ് സെറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഷേപ്പിംഗ് ദ ഷീറ്റ് മെറ്റൽ, സോൾഡർ ചെയ്യാനല്ല, പിയേഴ്സ് ചെയ്യാനല്ല, ടെസ്റ്റ് ചെയ്യാനല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോക്കിംഗ് ആൻഡ് ഫുള്ളറിംഗ് ആർ ദ ഓപ്പറേഷൻ ഡൺ ടു മേക്ക് റിവറ്റഡ് ജോയിന്റ്സ്. അപ്പോൾ കോക്കിംഗ് ഫുള്ളറിംഗ് ചെയ്യുന്നത് ലീക്ക് പ്രൂഫ് ആക്കാനായിട്ടാണ്. അത് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തേക്കണം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് പെർമനന്റ് ഫാസ്റ്റനേഴ്സ്. ഇപ്പോൾ ടെമ്പററി ഉണ്ട്, സെമി പെർമനൻ്റ് ഉണ്ട്, പെർമനൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ കോട്ടർ ജോയിൻറ്റ്, ഫ്ലാഞ്ച് കപ്ലിങ്, നെക്കിൾ ജോയിൻറ്റ്, ഇതെല്ലാം ടെമ്പററിയിൽ വരുന്നതാണ്. റിവറ്റഡ് ജോയിൻറ്റ് 2 കാറ്റഗറിയിൽ വരും. ഓപ്ഷൻ അനുസരിച്ച് റിവറ്റഡ് ജോയിൻറ്റ് നമുക്ക് ഇതിൽ പെർമനൻറ്റ് ഫാസ്റ്റനറാണ് ആൻസർ. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് റിവറ്റ്സ് ഇൻ ദ സെയിം റോ മെഷേർഡ് പാരലൽ ടു ദ സീം ഓർ എഡ്ജ് ഓഫ് ദ പ്ലേറ്റ് ഈസ് കോൾഡ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് റിവറ്റ്സ് ഇൻ ദ സെയിം റോ മെഷേർഡ് പാരലൽ ടു ദ സീം ഓർ എഡ്ജ് ഓഫ് ദ പ്ലേറ്റ്, അതിന് പറയുന്ന പേര് പിച്ച് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിവറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗർഡേഴ്സ് ആൻഡ് ഹെവി കൺസ്ട്രക്ഷണൽ വർക്ക്. അപ്പം ഹെവി കൺസ്ട്രക്ഷണൽ വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാൻ ഹെഡ് റിവറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിവറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജനറൽ സ്ട്രക്ചറൽ വർക്ക്. സ്ട്രക്ചറൽ വർക്ക് SS എന്ന് ഓർത്താൽ മതി. സ്നാപ്പ് ഹെഡ് റിവറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ റിവറ്റിംഗ് അലൂമിനിയം ഷീറ്റ് ദ മെറ്റീരിയൽ ഓഫ് ദ റിവറ്റ് ഷുഡ് ബി. അപ്പോൾ അലൂമിനിയം ഷീറ്റ് നമുക്ക് റിവറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അലൂമിനിയം ആയിരിക്കും റിവറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ലെവലിംഗ് ബോൾസ് ആർ യൂസ്ഡ് ഫോർ. ഓക്കെ, ലെവലിംഗ് ബോൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബോൾട്ട് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഔട്ട് ഓഫ് സിലബസ് ആണ്, പക്ഷേ എങ്കിലും അറിഞ്ഞിരിക്കുക. അഡ്ജസ്റ്റിംഗ് ദ ഹൈറ്റ് ഓഫ് ദ മെഷീൻ. ഹൈറ്റ് ഓഫ് ദ മെഷീൻ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ലെവലിംഗ് ബോൾട്ട് യൂസ് ചെയ്യുന്നവർക്ക്. വൈൽ മെഷീനിങ് കാസ്റ്റ് ചെയ്യാൻ എ കൂളൻ്റ് യൂസ്ഡ് ഷുഡ് ബി. ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞ ഏരിയയിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ കാസ്റ്റ് ആൻഡ് മെഷീൻ ചെയ്യാൻ നേരത്ത് ഡ്രൈ എയർ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് നോ കട്ടിംഗ് ഓയിൽ ഈസ് യൂസ്ഡ് വെൻ ഡ്രില്ലിംഗ്. അപ്പോൾ ഇതും കാസ്റ്റ് ആൻഡ് തന്നെയാണ്. ഗ്രേ കാസ്റ്റ് ആണ് അതിൻ്റെ ആൻസർ. ഡ്രില്ല് ചെയ്യാൻ നേരത്ത് നമ്മൾ കട്ടിംഗ് ഓയിലൊന്നും യൂസ് ചെയ്യാത്ത ഗ്രേ കാസ്റ്റ് ആൻഡിലാണ്.
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫ്രിക്ഷൻസ് ഒക്കേഴ്സ് ഇൻ ആൻ അൺലൂബ്രിക്കേറ്റഡ് ജേണൽ ബിയറിംഗ്? ലൂബ്രിക്കേഷൻ ചെയ്യാത്ത ജേണൽ ബിയറിംഗിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഏതാണെന്നുള്ളത് അത് ഡ്രൈ ഫ്രിക്ഷൻ ആണ്. അവിടെ ഡ്രൈ ആണെന്ന് ഓർത്താൽ മതി. ദ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് എ സ്ക്രൂ ത്രെഡ് അഡ്വാൻസസ് ആക്സിലി ഇൻ വൺ ടേൺ. സ്ക്രൂ ത്രെഡ് ആക്സിലി ഇൻ വൺ ടേൺ, ഒരു റൊട്ടേഷനിൽ എത്രത്തോളം ആക്സിലി അത് മൂവ് ആവുന്നുണ്ടെന്നുള്ളതാണ്. അതിനെ പറയുന്ന പേരാണ് ലീഡ് ഓഫ് ത്രെഡ്. ഓക്കെ. എ പിച്ച് ഓഫ് 3 സ്റ്റാർട്ട് ത്രെഡ് ഈസ് ദ ലീഡ് ഡിവൈഡഡ് ബൈ. അപ്പോൾ നമുക്ക് ലീഡ് എന്താണെന്ന് അറിയാം. പിച്ച് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റാർട്ടാണ്. ഇവിടെ പിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലീഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാർട്ട് ഇവിടുത്തെ 3 ആണ്. ഓക്കെ. വാട്ട് ടൈപ്പ് ഓഫ് ത്രെഡ്സ് ആർ സ്യൂട്ടബിൾ ഫോർ സ്മോൾ പ്രിസിഷൻ കമ്പോണൻസ് ആൻഡ് മെഷറിംഗ് ഗേജസ്? അപ്പോൾ ഇത് ടൈപ്സ് ഓഫ് ത്രെഡ്സിൽ അല്ലെങ്കിൽ ഫോംസ് ഓഫ് ത്രെഡ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിസിഷൻ കമ്പോണൻസ് മെഷറിംഗ് ഗേജസിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് അല്ലെങ്കിൽ BA ത്രെഡ് ആണ്. ഓക്കെ. വാട്ട് ടൈപ്പ് ഓഫ് ത്രെഡ്സ് ആർ സ്യൂട്ടബിൾ ഫോർ ലീഡ് സ്ക്രൂസ് ഓഫ് മെഷീൻ ടൂൾസ്? ലീഡ് സ്ക്രൂ ആക്മെ ത്രെഡ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്ക്രൂ ത്രെഡ് ഫോംസ് ഹാസ് ആൻ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് 29 ഡിഗ്രി ബിറ്റ്വീൻ ദ ഇൻക്ലൂഡഡ് ആംഗിൾ? അപ്പോൾ ഓരോ ത്രെഡിൻ്റെയും ഇൻക്ലൂഡഡ് ആംഗിൾ നോട്ട് ചെയ്ത് വെച്ചേക്കും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആക്മെ ത്രെഡ് ആണ്. എ കീ സബ്ജക്റ്റഡ് ടു, ഒരു കീയിലുണ്ടാകുന്നത് ഷിയർ സ്ട്രെസ് ആണോ, കംപ്രഷൻ ആണോ, ടെൻസൈൽ ആണോ, ട്വിസ്റ്റിംഗ് ആണോ? ഇത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കീയിലുണ്ടാകുന്നത് ഷിയർ സ്ട്രെസ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കീസ് ഈസ് യൂസ്ഡ് ഓൺ ഓട്ടോമൊബൈൽ ഷാഫ്റ്റ്? ഓട്ടോമൊബൈൽ ഷാഫ്റ്റിൽ യൂസ് ചെയ്യുന്നത് ജിബർഡ് ആണോ, ടേപ്പർ കീ ആണോ, വുഡ്രഫ് ആണോ, ഹോളോ സാഡിൽ കീ ആണോ? ഓട്ടോമൊബൈൽ ഷാഫ്റ്റിൽ വുഡ്രഫ് കീ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ഓട്ടോമൊബൈൽ ഷാഫ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് കീസ് യൂസ്ഡ് ഫോർ കപ്ലിംഗ് എ പുള്ളി വിത്ത് ഷാഫ്റ്റ്? അപ്പോൾ പുള്ളി ഷാഫ്റ്റുമായിട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ജിബ് ഹെഡ് കീ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അപ്പർ പോർഷൻ ഓഫ് ഹെക്സാണൽ നട്ട് ഈസ് ചാംഫർഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പർ പോർഷൻ ഓഫ് ഹെക്സാണൽ നട്ട്. ഓക്കെ. അത് 30 ഡിഗ്രിയാണ് ചാംഫർ ചെയ്തിരിക്കുന്നത്. 30 to 45 ഉണ്ട്, പക്ഷേ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 30 ആണ് നിമി പോയിന്റ് ഓഫ് വ്യൂ. ദ ഡയമെൻഷൻ ഓഫ് എ നട്ട് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. ഒരു നട്ടിൻ്റെ ഡയമെൻഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ മേറ്റിംഗ് പാർട്ടായിട്ടുള്ള ബോൾട്ടിൻ്റെ നോമിനൽ ഡയമീറ്റർ വെച്ചിട്ടാണ്. ഓക്കെ. ഓപ്ഷൻ ബി നോമിനൽ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ത്രെഡ് ഫോംസ് ഈസ് യൂസ്ഡ് ഇൻ എ ത്രെഡഡ് അസംബ്ലി വേർ ദ സ്ലൈഡിംഗ് ഫോഴ്സ് ആക്ട്സ് ഇൻ വൺ ഡയറക്ഷൻ? ഇതാണ് സ്ലൈഡിംഗ് ഫോഴ്സ് ആക്ട്സ് ഇൻ വൺ ഡയറക്ഷൻ. സ്ക്വയർ ത്രെഡ്, വി ത്രെഡ്, സോ ടൂത്ത്, നെക്കിൾ. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് സോ ടൂത്ത് ത്രെഡ് ആണ്. എ റിവറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ ദ ഡയമീറ്റർ ഓഫ് ഇറ്റ്സ്. റിവറ്റ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അതിൻ്റെ ഷാങ്ക് ഡയമീറ്റർ വെച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്. BSF സ്ക്രൂ ത്രെഡ്സ് ഹാവ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ്. ഇപ്പം BSF ആയിക്കോട്ടെ, BSP ആയിക്കോട്ടെ, BSW ആയിക്കോട്ടെ, ഇതിൻ്റെ മൂന്നിൻ്റെയും ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. ഡെപ്ത് ഓഫ് BA സ്ക്രൂ ത്രെഡ്. BA സ്ക്രൂ ത്രെഡ്, ബ്രിട്ടീഷ് അസോസിയേഷൻ സ്ക്രൂ ത്രെഡിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.6 p ആണ്. പിച്ച് ഡയമീറ്റർ ഓഫ് സ്ക്രൂ ത്രെഡ് ഇസ്. ഒരു പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത് നോമിനൽ ഡയമീറ്റർ ഓഫ് റോഡ് ആണോ, ഇമാജിനറി ഡയമീറ്റർ ഇൻ ബിറ്റ്വീൻ മേജർ ആൻഡ് മൈനർ ഡയമീറ്റർ ഓഫ് ദ ത്രെഡ് ആണോ, മിനിമം ഡയമീറ്റർ ഓഫ് ത്രെഡ് ആണോ, മാക്സിമം ഡയമീറ്റർ ആണോ? ഇതെന്ന് പറയുന്ന ഒരു ഇമാജിനറി ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇമാജിനറി ഡയമീറ്റർ ഇൻ ബിറ്റ്വീൻ മേജർ ആൻഡ് മൈനർ ഡയമീറ്റർ ഓഫ് ദ ത്രെഡ്. ദ ഷേപ്പ് ഓഫ് വുഡ്രഫ് കീ. ഷേപ്പ് ഓഫ് വുഡ്രഫ് കീ എന്ന് പറയുന്നത് ഇത് ഒരു സെഗ്മെന്റ് ആണ്. ഓക്കെ. സർക്കിളിന്റെ ഒരു സെഗ്മെന്റ് ആണ്. ഫോം ഓഫ് സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. ഫോർ ഫിറ്റിംഗ് എ സാഡിൽ കീ. അപ്പോൾ സാഡിൽ കീയും സംഘ് കീയുടെയും ഡിഫറൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാഡിൽ കീ എന്ന് പറയുന്നത് ഷാഫ്റ്റിൽ കീവേ കാണില്ല. ആൻസർ എന്ന് പറയുന്നത് നോ കീവേ ഈസ് കട്ട് ഓൺ ദ ഷാഫ്റ്റ്. ഓക്കെ. നെക്സ്റ്റ്. എ കീ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു. കീ എന്ന് പറയുന്ന ഒരു ടെമ്പററി ഫാസ്റ്റനിങ് ഡിവൈസ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫാസ്റ്റൻ ദ മേറ്റിംഗ് പാർട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ത്രെഡ്സ് ഈസ് യൂസ്ഡ് ഓൺ മെക്കാനിക്കൽ ജാക്ക്? മെക്കാനിക്കൽ ജാക്കിൽ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ആണ്. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. എ നെറ്റ് ഹാവിംഗ് റൈസ്ഡ് ഹൈറ്റ് ആൻഡ് സ്ലോട്ട്സ് ഓൺ ദ റൈസ്ഡ് പോർഷൻ ഈസ് കോൾഡ്. റൈസ്ഡ് ഹൈറ്റ്, സ്ലോട്ട്സ്. സ്ലോട്ടഡ് നട്ട് കാണും, അതല്ല. റൈസ്ഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോട്ടയാണെന്ന് ഓർക്കുക. ഓക്കെ. ഒരു കോട്ട കെട്ടിയിരിക്കുന്നത് ഓർത്താൽ മതി. കാസിൽ നെറ്റാണ് ഇതിൻ്റെ ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ത്രെഡ് ഫോംസ് ഓൺ ബോൾസ് ആൻഡ് നെറ്റ്സ് ഈസ് മീൻ ഫോർ ജനറൽ ഫാസ്റ്റനിങ് പർപ്പസ്? ഇപ്പോൾ ജനറൽ ഫാസ്റ്റനിങ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വി ത്രെഡ് ആണ്. ഓക്കെ. ബാക്കിയെല്ലാം സ്ക്വയർ ത്രെഡ്സിൻ്റെ മോഡിഫൈഡ് ഫോം സ്ക്വയർ ത്രെഡ്സ് ആണ്. അതെന്ന് പറയുന്നത് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനും പവർ ട്രാൻസ്മിഷൻ ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്. സ്പ്രിംഗ് വാഷേഴ്സ് ആർ യൂസ്ഡ് അണ്ടർ നട്ട്സ് ടു പ്രിവെന്റ്. സ്പ്രിംഗ് വാഷേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്ലാക്നെസ് ഓഫ് നട്ട്സ് ഡ്യൂ ടു വൈബ്രേഷൻ തടയാനായിട്ടാണ്. ഓക്കെ. സ്ലാക്നെസ് ഓഫ് നട്ട്സ് ഡ്യൂ ടു വൈബ്രേഷൻ. ഇപ്പോൾ സ്പ്രിംഗ് വാഷറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് ടാബ് വാഷർ. എ ടാബ് വാഷർ ഇസ് യൂസ്ഡ് ഫോർ സെൽഫ് ലോക്കിങ്ങിനാണോ, ലോക്കിംഗ് ദ നട്ട്, അവോയ്ഡ് വൈബ്രേഷൻ, ഫാസ്റ്റനിങ്, ഫാബ്രിക്കേഷൻ വർക്ക്? ആൻസർ എന്ന് പറയുന്നത് ലോക്കിംഗ് ദ നട്ടാണ് ടാബ് വാഷർ യൂസ് ചെയ്യുന്നത്. എ പ്ലെയിൻ വാഷർ ഹെൽപ്സ് ടു. എ പ്ലെയിൻ വാഷർ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ഫോഴ്സ് ഓവർ ലാർജ് ഏരിയ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാർജ് ഏരിയയിലേക്ക്
ആ ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ വാഷർ യൂസ് ചെയ്യുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീസൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രഷിംഗ് ഓഫ് മെറ്റൽ ഇൻ ദ റിവറ്റഡ് ജോയിന്റ്? ക്രഷിംഗ് ഉണ്ടാകാൻ ഈ പോയിന്റ് നോട്ട് ചെയ്യുക. ക്രഷിംഗ് ഓഫ് മെറ്റൽ. ക്രഷിംഗ് ഓഫ് മെറ്റലിന് കാരണം ഈ റിവറ്റിന്റെ ഡയമീറ്റർ വലുതായതുകൊണ്ടാണ്. ഡയമീറ്റർ ഓഫ് റിവറ്റ് ഈസ് ടു ലാർജ്. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീസൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഷിയറിംഗ് ഓഫ് റിവറ്റ്? നേരത്തെ മെറ്റലിന്റെ ക്രഷിംഗ് ആണ് പറഞ്ഞത്. ഷിയറിംഗ് ഓഫ് റിവറ്റ് ഉണ്ടാകാൻ കാരണം ഡയമീറ്റർ ഓഫ് റിവറ്റ് ഈസ് ടു സ്മോൾ. ചെറിയ ഡയമീറ്റർ ഉള്ള റിവറ്റ് ആ റിവറ്റ് ഹോളിൽ കൊടുക്കാൻ നേരത്താണ് ഇവിടെ ഷിയറിംഗ് ഓഫ് റിവറ്റ് ഉണ്ടാകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റിവറ്റ് ഡിഫക്റ്റ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീസൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്പ്ലിറ്റിംഗ് ഓഫ് ദ മെറ്റൽ ഇൻ ദ റിവറ്റഡ് ജോയിന്റ്? Splitting of the metal in the riveted joint. Which of the rivet is too large? Holes of rivets are drilled too near from the edges of the plate. Which of the rivet is too small? Holes for the rivets are drilled too far from the edges of the plate. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹോൾസ് ഓഫ് ദ റിവറ്റ്സ് ആർ ഡ്രിൽഡ് ടു നിയർ ഫ്രം ദ എഡ്ജസ് ഓഫ് ദ പ്ലേറ്റ് ആണ്. ഓക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ടിയറിംഗ് ഓഫ് പ്ലേറ്റ്സ് ഇൻ റിവറ്റഡ് ജോയിന്റ്? അപ്പോൾ പ്ലേറ്റ് ടിയർ ചെയ്യാനുള്ള കാരണം അതെന്ന് പറയുന്നത് ഈ ഹോൾസ് നമ്മൾ ഡ്രില്ല് ചെയ്തത് അടുത്തടുത്ത് നേരത്താണ് ഈ ടിയറിംഗ് ഓഫ് പ്ലേറ്റ്സ് സംഭവിക്കുന്നത്. ഹോൾസ് ഫോർ റിവറ്റ്സ് ആർ ഡ്രിൽഡ് ടു ക്ലോസ് ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ്, എ സ്പ്ലിറ്റ് പിൻ ഈസ് യൂസ്ഡ് ഫോർ ലോക്കിംഗ് പർപ്പസസ് ഇൻ? ഒരു സ്പ്ലിറ്റ് പിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കാസ്റ്റിംഗ് നെറ്റിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ത്രെഡ് ഫോംസ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ ത്രെഡഡ് ഷാഫ്റ്റ് ഓഫ് ലിഫ്റ്റിംഗ് ഇക്വിപ്മെന്റ് ഫോർ ക്യാരിങ് ലോഡ്സ്? ഏത് തരം ത്രെഡ് ഫോം ആണ് ലിഫ്റ്റിംഗ് ഇക്വിപ്മെന്റ്സിൽ? ഓക്കെ, ഇപ്പോൾ സ്ക്രൂ ജാക്ക് അതിൻ്റെ കാര്യമൊക്കെ ഓർത്താണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ക്വയർ ത്രെഡ് ആണ്. എ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ഷീറ്റ്സ് വാസ് നോട്ടീസ്ഡ് ആഫ്റ്റർ റിവറ്റിംഗ്. ദിസ് ഡിഫക്റ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു? രണ്ട് ഷോർട്ട് റിവറ്റ് ലെങ്ത്, ഓവർ സൈസ്ഡ് ഡ്രിൽഡ് ഹോള്, ഇംപ്രോപ്പർ യൂസ് ഓഫ് റിവറ്റ് സെറ്റ്, ദ റിവറ്റ് ബീയിങ് ടു ലോങ്. ഇപ്പോൾ രണ്ട് ഷീറ്റുകൾക്കിടയിൽ ഗ്യാപ്പ് വരാനുള്ള കാരണം നമ്മൾ ആ റിവറ്റ് സെറ്റ് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ല, അതുകൊണ്ടാണ്. ഇംപ്രോപ്പർ യൂസ് ഓഫ് റിവറ്റ് സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റാൻഡേർഡ് ടേപ്പർ ഗിവൺ ഓൺ ടേപ്പർ കീ? ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടേപ്പർ എന്ന് പറയുന്നത് 1/100 ആണ് ടേപ്പർ കീയിൽ വരുന്നത്. ഇത് ക്വാർട്ടറിൻ്റെ ആണ്. 1/48 ടു 1/24. ഓക്കെ, അത് ക്വാർട്ടറിൽ വരുന്നതാണ്. ഈ 1/50 എന്ന് പറയുന്നത് സാധാരണ പിൻസിന് വരുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക. നെക്സ്റ്റ്, സെമി പെർമനന്റ് ഫാസ്റ്റനേഴ്സ് ക്യാൻ? ഇപ്പോൾ ഒരു സെമി പെർമനന്റ് ഫാസ്റ്റനേഴ്സ്, സോൾഡറിങ്ങിനെ സെമി പെർമനന്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ലൈറ്റ് ഹീറ്റിംഗ് കൊടുത്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ബി സെപ്പറേറ്റഡ് ബൈ ലൈറ്റ് ഹീറ്റിംഗ്. മോഴ്സ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഈസ് വൺ ഓഫ് ദ ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ടേപ്പർ വിച്ച് ഈസ് അവൈലബിൾ ഇൻ നമ്പേഴ്സ് ഫ്രം? അപ്പോൾ മോഴ്സ് ടേപ്പർ എന്ന് പറയുന്നത് 0 to 7 ആണ്. ഓക്കെ, 8 നമ്പേഴ്സ് ആണ്. 0 to 7 ആണ് യൂസ് ചെയ്യുന്നത്. ദ ഹാഫ് ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് മോഴ്സ് സ്റ്റാൻഡേർഡ് ടേപ്പർ, ഹാഫ് ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് 1 degree 29 minutes ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ജോയിനിങ് മെത്തേഡ്സ് റിസൾട്ട്സ് ഇൻ ദ ഫ്യൂഷൻ ഓഫ് ദ പാരന്റ് മെറ്റൽ? ഫ്യൂഷൻ നടക്കുന്നത് വെൽഡിങ്ങിലാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് നട്ട്സ് ഈസ് യൂസ്ഡ് ഫോർ ഹാൻഡ് വൈസ്? ഹാൻഡ് വൈസിൽ യൂസ് ചെയ്യുന്ന നട്ട്, ഹാൻഡ് വൈസ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ യൂസ് ചെയ്യുന്നത് വിങ് നട്ടാണ്. ഹാക്സോയിലും ഈ വിങ് നട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടേപ്പർ വർക്ക് പീസ് ഹാസ് ആൻ ആംഗിൾ ഓഫ് 60 degree. ഇഫ് ദ ടേപ്പർ ഈസ് മെയ്ഡ് വിത്ത് കോമ്പൗണ്ട് റസ്റ്റ്, ഹൗ മെനി ഡിഗ്രീസ് ഷുഡ് ബി സെറ്റ് ഓൺ ദ സ്വിവൽ ബേസ്? ഇപ്പോൾ നമ്മൾ കോമ്പൗണ്ട് റസ്റ്റിൽ ടേപ്പർ ടേണിങ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ 30 degree ആയിരിക്കും നമ്മൾ ടേൺ ചെയ്യുന്നത്, ഡിഗ്രീസ് ടേൺ ചെയ്യുന്നത് സ്വിവൽ ബേസ്. ഓക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് പെർമനന്റ് ഫാസ്റ്റനിങ്? ഈ കൊടുത്തിരിക്കുന്നതിൽ പെർമനന്റ് ഫാസ്റ്റനിങ് ആയത് സ്ക്രൂ ഫാസ്റ്റനിങ്, ബോൾട്ട് ആൻഡ് നട്ട്, ബ്രേസിങ്, വെൽഡിങ്. വെൽഡിങ് എന്ന് പറയുന്നത് പെർമനന്റ് ഫാസ്റ്റനിങ് ആണ്. ദ ഡിസ്റ്റൻസ് ഫ്രം എ ഗിവൺ പോയിന്റ് ഓൺ വൺ ത്രെഡ് ടു എ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ നെക്സ്റ്റ് ത്രെഡ്. ഇപ്പോൾ ഒരു പോയിന്റ് അതിൽ നിന്ന് നെക്സ്റ്റ് ത്രെഡിലേക്കുള്ള സെയിം പോയിന്റ്, അതിനെ പറയുന്ന പേര് എന്താണ്? പിച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ. റൂട്ട് ഡയമീറ്റർ ഓഫ് ത്രെഡ് ഈസ് അനദർ നെയിം ഫോർ? ഇപ്പോൾ റൂട്ട് ഡയമീറ്ററിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തന്നെ കോർ ഡയമീറ്റർ എന്നും പറയും, മൈനർ ഡയമീറ്ററിനെയാണ് ഈ പേരുകളെല്ലാം പറയുന്നതെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. എ ബോൾട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ പിവറ്റ് പോയിന്റ് ഈസ് കോൾഡ്? എ ബോൾട്ട് ദാറ്റ് ഈസ് ക്രിയേറ്റ് എ പിവറ്റ് പോയിന്റ് ഈസ് കോൾഡ്, അതിനെ പറയുന്ന പേര് ഷോൾഡർ ബോൾട്ട് എന്നാണ്. ഓക്കെ. എ ബോൾട്ട് ദാറ്റ് ഹാസ് വുഡ് ത്രെഡ് ഓൺ വൺ എൻഡ്, ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് മെഷീൻ ത്രെഡ് ഓൺ ദ അതർ എൻഡ്, അതിനെ പറയുന്ന പേരാണ് ഹാങ്ങർ ബോൾട്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ ഷേപ്പ് ഓഫ് എ നെറ്റ്? നെറ്റിന് മോസ്റ്റ് കോമൺ ഷേപ്പ് എന്ന് പറയുന്നത് ഹെക്സാഗണൽ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സെറ്റ് സ്ക്രൂ? സെറ്റ് സ്ക്രൂ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്? ഒരു സെമി പെർമനന്റ് ഫാസ്റ്റനർ ആണ്, ശരിയാണ്. ഇറ്റ് ഈസ് ഹെഡ്ലെസ് ആണ്, ശരിയാണ്. ഇറ്റ് ഈസ് ജനറലി യൂസ് ടു സ്ക്രൂ വൺ ഒബ്ജക്റ്റ് വിത്തിൻ അനദർ. ഓക്കെ, അതും ശരിയാണ്. ഇറ്റ് ഈസ് അണേബിൾ ടു പ്രിവെന്റ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു റൊട്ടേറ്റിംഗ് പാർട്സ്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള കാര്യം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്മോൾ ഹെഡ്ലെസ് സ്ക്രൂ ഹാവിംഗ് എ സ്ലോട്ട് കട്ട് ഫോർ എ സ്ക്രൂ ഡ്രൈവർ ഇസ് കോൾഡ്? ഇപ്പം സ്ക്രൂ എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
അതിൽ ഹെഡ്ലെസ് സ്ക്രൂ ആണ്. അതിൽ സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യാനായിട്ട്. അതിന് പറയുന്ന പേരാണ് ഗ്രബ് സ്ക്രൂ. ദ ഹെഡ് ഓഫ് എ തമ്പ് സ്ക്രൂ ഈസ് ഡാഷ് ഇൻ ഷേപ്പ്. ഇപ്പം തമ്പ് സ്ക്രൂവിൻ്റെ ഷേപ്പ്, ഇപ്പം തമ്പ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ഓക്കെ, അതിൽ സർക്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, എ കീ ദാറ്റ് ഫിറ്റ്സ് ഇൻ ടു എ സെമി സർക്കുലർ കീ വേ കട്ട് ഇൻ ദ ഷാഫ്റ്റ് ഈസ് സെമി സർക്കുലർ കീ വേ. അത് വുഡ്രഫ് കീ ആണ്. ദ ആംഗിൾ ഓഫ് IS ത്രെഡ്, IS ത്രെഡിൻ്റെ ആംഗിൾ എത്രയാണ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ റീസൺ ഫോർ റഫ് ആൻഡ് ബ്രോക്കൺ ത്രെഡ്സ്. ഇപ്പോൾ ഒരു ബ്രോക്കൺ ത്രെഡ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ത്രെഡ് കട്ടിംഗ് ടൂൾ ബ്ലെൻഡ് ആയതുകൊണ്ട്. സൈസ് ഓഫ് ഹോൾ ഓർ ഡയമീറ്റർ ഓഫ് ദ ബ്ലാങ്ക് ഫോർ ബോൾട്ട് ഈസ് നോട്ട് കറക്റ്റ്. ദ ഫ്രൂട്ട്സ് ഓഫ് ദ കട്ടിംഗ് ടൂൾ ആർ ഫിൽഡ് വിത്ത് ചിപ്സ്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. ഓക്കെ, പിന്നെ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ്, സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൽ ഈ ലീഡും പിച്ചും ഈക്വൽ ആയിരിക്കും. ഓക്കെ, എ സ്ക്രൂ ത്രെഡ് ഈസ് ഫോംഡ് ഓൺ എ സിലിണ്ടറിക്കൽ സർഫസ് ബൈ കട്ടിംഗ്. അപ്പോൾ ഒരു സ്ക്രൂ ത്രെഡ് ഫോം ചെയ്യുന്നത് സിലിണ്ടറിക്കൽ സർഫസിൽ എന്ത് കട്ട് ചെയ്യാൻ നേരത്താണ്? വി ഗ്രൂ ആണോ, സ്ക്വയർ ഗ്രൂ ആണോ, ഹാഫ് റൗണ്ട് ഗ്രൂ ആണോ, ഹെലിക്കൽ ഗ്രൂ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡ്രിൽഡ് ഹോൾ ആഫ്റ്റർ ടാപ്പിംഗ് ഇസ് കോൾഡ്. ഒരു ഡ്രിൽഡ് ഹോളിൽ ടാപ്പ് ചെയ്തതിന് ശേഷം അതറിയപ്പെടുന്നത് ടാപ്ഡ് ഹോൾ എന്നായിരിക്കും. ഓക്കെ, റൂട്ട് ഓഫ് ഐസോമെട്രിക് ത്രെഡ് ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് RR എന്ന് പഠിച്ചാൽ മതി, റൗണ്ട് ആണ്. ഓക്കെ, BSF സ്ക്രൂ ത്രെഡ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ. അപ്പോൾ ഈ BSF ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്. ഓക്കെ, അത് ഇലക്ട്രിക്കൽ ഗുഡ്സിലാണ് യൂസ് ചെയ്യുന്നത്. സ്ക്രൂ ത്രെഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് മെറ്റൽ റിമൂവിംഗ് ബൈ എ പ്രോസസ് കോഡ്. സ്ക്രൂ ത്രെഡ് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. ത്രെഡ് കട്ടിംഗ് ഉണ്ട്, ത്രെഡ് ചേസിംഗ് ഉണ്ട്, ത്രെഡ് റോളിംഗ് ഉണ്ട്, ടാപ്പിംഗ് ഉണ്ട്. അപ്പം മെറ്റൽ റിമൂവൽ ചെയ്യാതെ ഉള്ളത് ത്രെഡ് റോളിംഗ് ആണ്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്ക്രൂ ത്രെഡ് എലമെന്റ് ഈസ് നോട്ട് ചെക്ക്ഡ് വിത്ത് ത്രെഡ് റിംഗേജ്. ത്രെഡ് റിംഗേജ് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റാത്ത സ്ക്രൂ ത്രെഡിന്റെ എലമെന്റ് ഏതാണെന്നുള്ളതാണ്. അതിനകത്ത് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റത്തില്ല, ഹെലിക്സ് ആംഗിൾ ആണ്. Which one of the following elements of an external screw thread cannot be measured directly with a precision instrument? അതെന്ന് പറയുന്നത് പിച്ച് ഡയമീറ്റർ ആണ്, അതൊരു ഇമാജിനറി ഡയമീറ്റർ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ത്രെഡ് ഗ്രൂപ്പ് ഇസ് ഓൺലി ഫോർ ട്രാൻസ്മിറ്റിംഗ് മോഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് വി ത്രെഡ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഇത് വിറ്റ്വർത്ത് വന്നിട്ടുണ്ട്, വി ത്രെഡ് ആണ്. യൂണിഫൈഡ് വി ത്രെഡ് ആണ്. ഐസോമെട്രിക് വി ത്രെഡ് ആണ്. അപ്പോൾ ഈ 3 ഓപ്ഷനിലും റോങ് ആണ്. സ്ക്വയർ, മോഡിഫൈഡ്, ആക്മെ, ബട്രസ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സ്ക്വയർ, അതിൻ്റെ മോഡിഫൈഡ് ഫോംസുമാണ്. ബട്രസ് ത്രെഡ്സ് ആർ മോസ്റ്റ്ലി കോമൺലി യൂസ്ഡ് ഫോർ. ബട്രസ് ത്രെഡ്സ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? റെസ്റ്റിംഗ് ഫോഴ്സ് എക്സർട്ടഡ് ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. ഓക്കെ, വൈൽ ത്രെഡിങ് ഓൺ ലെയ്ത്ത് കാരേജ് ഈസ് മൂവ്ഡ് ബൈ മീൻസ് ഓഫ്. ഇപ്പോൾ നമ്മൾ ലെയ്ത്തിൽ ത്രെഡ് ചെയ്യാൻ നേരത്ത് കാരേജ് മൂവ് ചെയ്യുന്നത് ലീഡ് സ്ക്രൂവിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ്. ഓക്കെ, ഡെപ്ത് ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ത്രെഡ് ഈസ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഡെപ്ത് ഓഫ് IS ത്രെഡ്, ഓക്കെ, അത് 0.6134 p ആണ്. അപ്പോൾ ഓരോന്നിൻ്റെയും വാല്യൂ നോക്കുക. ഇത് BAയുടെ ആണ്. BSW സാധാരണ 0.6403 അല്ലെങ്കിൽ 0.6431 ആ രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ 0.64, 2 ഡിജിറ്റെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ത്രെഡ്സ് ആർ കട്ട് ഓൺ എ ലെയ്ത്ത് വിത്ത് സിംഗിൾ പോയിന്റ് ടൂൾ ബൈ. ത്രെഡ്സ് നമ്മൾ ലെയ്ത്തിൽ കട്ട് ചെയ്യുന്നു സിംഗിൾ പോയിന്റ് ടൂൾ വെച്ച്. അപ്പം സെറ്റിംഗ് ദ കറക്റ്റ് സ്പീഡ്, സെറ്റിംഗ് ഓൺ കട്ട് ഫോർ ദ ഫുൾ ഡെപ്ത് ഓഫ് ത്രെഡ്, മേക്കിംഗ് എ സീരീസ് ഓഫ് കട്ട്സ് ഇൻ ദ സെയിം കട്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മേക്കിംഗ് എ സീരീസ് ഓഫ് കട്ട് ഇൻ ദ സെയിം കട്ട്, അതാണ് ആൻസർ. പിന്നെ ത്രെഡഡ് അസംബ്ലി, ദ കോൺടാക്ട് ബിറ്റ്വീൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ത്രെഡ്സ് ടേക്സ് പ്ലേസ് ഓൺ. അപ്പോൾ അതെന്ന് പറയുന്നത് ഫ്ലാങ്കിലാണ് അതിൻ്റെ കോൺടാക്ട് വരുന്നത്. നെക്സ്റ്റ്, ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ടേപ്പേർഡ് റോളർ ബിയറിംഗ് ഈസ്. ഇപ്പം നോൺ ടേപ്പേർഡ് ആയിട്ടുള്ള റോളർ ബിയറിംഗ്, സിലിണ്ടറിക്കൽ റോളർ ഉണ്ട്, നീഡിലുണ്ട്, ബോത്ത് ഓഫ് ദ എബവ് ഉണ്ട്. ആൻസർ എന്ന് പറയുന്നത് ബോത്ത് ഓഫ് ദ എബവ് ആണ്. ദ കൺസ്ട്രക്ഷൻ ഫീച്ചർ വിച്ച് മേക്സ് ടേപ്പേർഡ് റോളർ ബിയറിംഗ്സ് യൂണിക് ഈസ് ദാറ്റ് റൈസസ് ആർ. ഇതിൻ്റെ റൈസസ് എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, സെപ്പറബിൾ ആണ്. ഓക്കെ, സിലിണ്ടറിക്കൽ റോളർ ബിയറിംഗ് ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ്. ഇപ്പോൾ സിലിണ്ടറിക്കൽ റോളർ ബിയറിംഗ്സ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്മിഷൻ, ഡിഫറൻഷ്യൽ, റിയർ ആക്സിൽ. അപ്പോൾ ഇത് 3ലും സിലിണ്ടറിക്കൽ റോളർ ബിയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓൾ ഓഫ് ദ എബവ് ആൻസർ. നെക്സ്റ്റ്, അഡ്വാൻറ്റേജ് ഓഫ് ടേപ്പേർഡ് റോളർ ബിയറിംഗ് ഈസ് ഈച്ച് റോളർ ഹാസ് എ ഷെയർ ഇൻ ദ ടോട്ടൽ വർക്ക് ലോഡ്. ഓരോ റോളറിനും ടോട്ടൽ വർക്ക് ലോഡിൻ്റെ ഷെയർ എടുക്കും. ഈച്ച് റോളർ ക്യാൻ അലൈൻ ഇറ്റ് സെൽഫ് പെർഫെക്റ്റ്ലി ബിറ്റ്വീൻ ടേപ്പേർഡ് ഫേസസ് ഓഫ് ദ കപ്പ് ആൻഡ് കോൺ വിത്തൗട്ട് ഗൈഡൻസ് ബൈ ദ കേജ്. ഇറ്റ്സ് വൈഡ് കോൺടാക്ട് ഏരിയ കമ്പൽസ് ഈച്ച് റോളർ ടു മെയിൻറ്റെയിൻ ആക്യുറേറ്റ് അലൈൻമെന്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. അപ്പോൾ ഈ 3 പോയിന്റും നോട്ട് ചെയ്തേക്കണം. ടേപ്പേർഡ് റോളർ ബിയറിംഗിൻ്റെ രീതിയിൽ വേറെ രീതിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ ഓപ്ഷൻ വെച്ചിട്ട്. എ ടേപ്പേർഡ് റോളർ ബിയറിംഗ് ഹാസ് ദ എബിലിറ്റി ടു ഹാൻഡിൽ എന്ന് പറയുന്ന റേഡിയൽ ലോഡ്സോ ത്രസ്റ്റ് ലോഡ്സോ അല്ല, ഓൾ ലോഡ്സ് ഇൻ എനി കോമ്പിനേഷൻ ഈ ടേപ്പേർഡ് റോളർ ബിയറിംഗ് ഹാൻഡിൽ ചെയ്യും. നെക്സ്റ്റ്, എ ബാർ സ്റ്റൂൾ ഈസ് സബ്ജക്റ്റഡ് ടു. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ത്രസ്റ്റ് ലോഡ് ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ റിബ് ഡാഷ് ദ റോളേഴ്സ് ഇൻ എ ടേപ്പേർഡ് റോളർ.
റിബ് എന്ന് പറയുന്നത് ആ റോളേഴ്സിനെ റീസ്ട്രെയിൻ ചെയ്യും. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇപ്പം നമ്മൾ ഏകദേശം 91 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് വേറെ കുറച്ച് സെറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ ഹാൻഡിൽ ചെയ്യാനുണ്ട്. 100 നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബിയറിംഗ്സ് ഇൻ എ കാർ വീൽ ആർ സബ്ജക്റ്റഡ് ടു. ഒരു കാർ വീലിൻ്റെ ബിയറിംഗ്സിൽ വരുന്ന ലോഡ് ഏതൊക്കെയാണെന്നുള്ളത്. ബോത്ത് റേഡിയൽ ആൻഡ് ത്രസ്റ്റ് ലോഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോഡ്സ് അപ്ലൈഡ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ബിയറിംഗ്. പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ബിയറിംഗ് അതിനെ പറയുന്ന പേര് ത്രസ്റ്റ് ലോഡ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിയറിംഗ്സ് ആർ ഡിസൈൻ ടു ഓപ്പറേറ്റ് അറ്റ് ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സ്പീഡ്സ്. സ്പീഡ് ഇസ് സ്പെസിഫൈഡ് ആസ് ദ മാക്സിമം. സ്പീഡ് ബിയറിംഗിൻ്റെ കേസിൽ സ്പെസിഫൈ ചെയ്യുന്നത് മീറ്റേഴ്സ് പെർ സെക്കൻഡിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലാസിഫൈഡ് ആസ് ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ്. ഓപ്ഷൻ എ ബോൾ ബിയറിംഗ്, റോളർ ബിയറിംഗ്, നീഡിൽ ബിയറിംഗ്. ഓൾ ഓഫ് ദ എബോവ് ആൻസർ. മൂന്നും ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് ആണ്. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് എ ബോൾ ബിയറിംഗ് ആക്ട് ആസ് എ ബാരിയർ ബിറ്റ്വീൻ ദ ബോൾസ് പ്രിവെന്റിംഗ് ദം ഫ്രം ബമ്പിംഗ് ഇൻ ടു ഈച്ച് അതർ. ഇപ്പോൾ പരസ്പരം ബമ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവിടെ കൊടുത്തിരിക്കുന്നത് കേജ് ആണ്, അല്ലെങ്കിൽ അതിനെ റീറ്റെയിനർ എന്നും പറയും. ഓക്കെ, അപ്പോൾ ആ പേരും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് എ ബോൾ ബിയറിംഗ് ഇസ് മൗണ്ടഡ് ഓൺ ദ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ആൻഡ് ടെൻസ് ടു റൊട്ടേറ്റ് ദ ഷാഫ്റ്റ്. അപ്പോൾ ഇന്നർ റേസ് ഔട്ടർ റേസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാഫ്റ്റിൻ്റെ കൂടെ മൗണ്ട് ചെയ്തിരിക്കുന്നത് ഇന്നർ റേസ് ആണ്. അതാണ് ഷാഫ്റ്റിനൊപ്പം റൊട്ടേറ്റ് ചെയ്യുന്ന ബിയറിംഗിൻ്റെ പാർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് എ ബോൾ ബിയറിംഗ് ഈസ് മൗണ്ടഡ് ടു ദ ഹൗസിംഗ് ആൻഡ് ഈസ് സ്റ്റേഷനറി. അപ്പോൾ സ്റ്റേഷനറി ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് ഔട്ടർ റേസ് ആണ്. അപ്പോൾ അത് രണ്ടും മാറിപ്പോരുത്. വാട്ട് ടൈപ്പ് ഓഫ് ബിയറിംഗ് വിൽ യു റെക്കമെൻഡ് ഫോർ യൂസ് ഇൻ കൺവെയർ ബെൽറ്റ് റോളേഴ്സ്. ഇപ്പോൾ കൺവെയർ ബെൽറ്റ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റോളർ ബിയറിംഗ്സ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ നീഡിൽ ബിയറിംഗ് ഈസ് എ റോളർ ബിയറിംഗ് വിത്ത് റോളേഴ്സ് ഹൂസ് ലെങ്ത് ആർ ലീസ്റ്റ് ഡാഷ് ടൈംസ് ദർ ഡയമീറ്റർ. ഓപ്ഷൻ എ 2, 4, 6, 8. ആൻസർ എന്ന് പറയുന്നത് 4 ടൈംസ് ആണ്. ജേണൽ ബിയറിംഗ്സ് ആർ സംടൈംസ് കോൾഡ്. ജേണൽ ബിയറിംഗ്സിനെ സംടൈംസ് പറയുന്നത് ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് എന്നാണോ, ഫ്ലെക്ചറൽ ബിയറിംഗ്, ഫ്രിക്ഷൻ ബിയറിംഗ്, ജുവൽ ബിയറിംഗ്സ്. ഓപ്ഷൻ സി ഫ്രിക്ഷൻ ബിയറിംഗ്സ് എന്നാണ്. ബാബിറ്റ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ബിയറിംഗ് മെറ്റീരിയൽസ് ആർ. ബാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ബിയറിംഗ് മെറ്റീരിയൽ ആണ്. അതിൽ ടിൻ ബേസ്ഡ് ആണോ, ലെഡ് ബേസ്ഡ് ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ, നെയ്തർ എ നോർ ബി ആണോ. ആൻസർ വരിക ബോത്ത് എ ആൻഡ് ബി ആണ്. ടിൻ ബേസ്ഡും ലെഡ് ബേസ്ഡും ബാബിറ്റ് മെറ്റൽ നമ്മൾ യൂസ് ചെയ്യും. ബിയറിംഗ്സ് ആർ യൂസ്ഡ് ഫോർ. ബിയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ സപ്പോർട്ട് ആൻഡ് ഹോൾഡ് ദ ഷാഫ്റ്റ് ഇൻ എ ഫിക്സഡ് പൊസിഷൻ, അലോ ദ ഷാഫ്റ്റ് ടു റൺ ഫ്രീലി, മിനിമൈസ് ദ റബ്ബിംഗ് ആക്ഷൻ. ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദ അബവ് ആണ്. അപ്പോൾ ബിയറിംഗ്സിൻ്റെ ഈ 3 പോയിന്റും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ 3 പോയിന്റും വെച്ച് ക്വസ്റ്റ്യൻ വരാം. നെക്സ്റ്റ്, ആൻ ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് കൺസിസ്റ്റ് ഓഫ്. റോളിംഗ് എലമെന്റ്സ് കാണും, റേസസ് കാണും, കേജ് കാണും. ഓൾ ഓഫ് ദ അബവ് ആണ് ആൻസർ. ദ പോർഷൻ ഓഫ് ഷാഫ്റ്റ് വിച്ച് ഈസ് ക്യാരിഡ് ഇൻ ദ ബിയറിംഗ് ഈസ് കോൾഡ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാഫ്റ്റിൻ്റെ ആ ക്യാരി ചെയ്യുന്ന ബിയറിംഗിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് ജേണൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്നർ റൈസ് ഇവിടെ കാണും ഫസ്റ്റ് ഓപ്ഷൻ, അപ്പോൾ അത് പോയി കുത്തരുത്. പോർഷൻ ഓഫ് ദ ഷാഫ്റ്റ് വിച്ച് ഈസ് ക്യാരിഡ് ഇൻ ദ ബിയറിംഗ് എന്ന് പറയുന്നത് ജേണലാണ്. ഓക്കെ, ഇൻ കേസ് ഓഫ് പ്ലെയിൻ ബുഷ് ബിയറിംഗ് ടു പ്രിവെന്റ് ദ റൊട്ടേഷൻ ഓഫ് ബുഷ് ഇൻ ദ ബിയറിംഗ് ഇറ്റ് ഷുഡ് ബി ഫിറ്റഡ് വിത്ത്. അപ്പോൾ ബുഷ് പിപ്പിൻ ബിയറിംഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സ്ക്രൂ അല്ലെങ്കിൽ കീ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലെയിൻ ബുഷ് ബിയറിംഗിൽ സ്ക്രൂ അല്ലെങ്കിൽ കീ ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബിയറിംഗ് ഈസ് ഇൻറ്റൻഡഡ് ഫോർ വെരി ഹെവി റേഡിയൽ ലോഡ്. അപ്പോൾ വെരി ഹെവി റേഡിയൽ ലോഡ് ഏത് ബിയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ബോൾ ബിയറിംഗ്, റോളർ ബിയറിംഗ്, ത്രസ്റ്റ് ബിയറിംഗ്, സെൽഫ് അലൈനിങ് റോളർ ബിയറിംഗ്. ഓപ്ഷൻ സി സെൽഫ് അലൈനിങ് റോളർ ബിയറിംഗ് ആണ് ഹെവി റേഡിയൽ ലോഡ് എടുക്കുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ബിയറിംഗ്സ് ക്യാൻ ടേക്ക് വെർട്ടിക്കൽ ത്രസ്റ്റ് ലോഡ് ബട്ട് കാനോട്ട് ടേക്ക് എനി റേഡിയൽ ലോഡ്. വെർട്ടിക്കൽ ത്രസ്റ്റ് ലോഡ് എടുക്കും, പക്ഷേ റേഡിയൽ ലോഡ് എടുക്കത്തില്ല. ബോൾ ബിയറിംഗ്, ടേപ്പേർഡ് റോളർ ബിയറിംഗ്, ത്രസ്റ്റ് ബോൾ ബിയറിംഗ്. ആൻസർ എന്ന് പറയുന്നത് ത്രസ്റ്റ് ബോൾ ബിയറിംഗ് ആണ്. അവിടെ ത്രസ്റ്റ് ലോഡ് മാത്രമേ എടുക്കത്തുള്ളൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബിയറിംഗ്സ് ഈസ് ഡിസൈൻഡ് ഫോർ ടേക്കിംഗ് ആൻ ആക്സിയൽ ത്രസ്റ്റ് ലോഡ് ആസ് വെൽ ആസ് റേഡിയൽ ലോഡ്സ്. ആക്സിയൽ ത്രസ്റ്റ് ലോഡും റേഡിയൽ ലോഡ്സും എടുക്കുന്ന ബിയറിംഗ് ഈ കൂട്ടത്തിൽ ഏതാണ്. ത്രസ്റ്റ് ബിയറിംഗിൽ ത്രസ്റ്റ് ലോഡ് മാത്രം വരത്തുള്ളൂ. ആംഗുലാർ കോൺടാക്ട് ബോൾ ബിയറിംഗ് ഉണ്ട്, നീഡിൽ ബിയറിംഗ് ഉണ്ട്, റോളർ ബിയറിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആംഗുലാർ കോൺടാക്ട് ബോൾ ബിയറിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ബിയറിംഗ് ഹാസ് ദ പ്രൊവിഷൻ ഫോർ വിയർ അഡ്ജസ്റ്റ്മെന്റ്. വിയർ അഡ്ജസ്റ്റ്മെന്റിന് പ്രൊവിഷൻ ഉള്ളത് അഡ്ജസ്റ്റ്മെന്റ് സ്ലൈഡ് ബിയറിംഗിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ബിയറിംഗ് ഈസ് യൂസ്ഡ് വെയർ സ്ലൈറ്റ് ആംഗുലാർ മിസ്അലൈൻമെന്റ് ഓർ ഡിഫ്ലക്ഷൻ. അതാണ് കീ പോയിന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ സെൽഫ് അലൈനിങ് ബുഷ് ബിയറിംഗ് ആണ്. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ബിയറിംഗ് ഹാസ് എ സ്പെരിക്കൽ ബോർ. സ്പെരിക്കൽ ബോർ പറഞ്ഞിട്ടുള്ളത് സെൽഫ് അലൈനിങ് ബോൾ ബിയറിംഗിലാണ്. ഈ സ്പെരിക്കൽ ബോറും സെൽഫ് അലൈനിങ് ബോൾ ബിയറിംഗും നോട്ട് ചെയ്ത് വെച്ചേക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബിയറിംഗ് ഇസ് മെയ്ഡ് ഇൻ 2 ഹാഫ്സ്. 2 ഹാഫായിട്ടാണ് സ്പെഷ്യൽ പ്ലംബർ ബ്ലോക്കിലാണ് ഇത് അസംബിൾ ചെയ്തിരിക്കുന്നത്.
അതിന് ആൻസർ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ബിയറിംഗ് അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് മഫ്, ഹാഫ് മഫ്, ആ രീതിയിൽ അതിനെ പറയും. ഓക്കെ. ബ്രേസിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് നോൺ ഫെറസ് ഫില്ലർ മെറ്റൽ ഹാവിങ് എ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഇത് ബ്രേസിംഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രേസിംഗ് എന്ന് പറയുന്നത് എബോവ് 427 ആണ്, ബട്ട് ലോവർ ദാൻ ദാറ്റ് ഓഫ് ബേസ് മെറ്റൽ ഇസ് യൂസ്ഡ്. ബേസ് മെറ്റലിനെ കാട്ടി ലോവർ ആയിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റ് വരിക. ഇൻ റെസിസ്റ്റൻസ് ബ്രേസിംഗ് ദ ഇലക്ട്രോഡ് യൂസ്ഡ് ആർ. റെസിസ്റ്റൻസ് ബ്രേസിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. അതിൽ ഇലക്ട്രോഡ് യൂസ് ചെയ്തിരിക്കുന്നത് കാർബണിൻ്റെ ഇലക്ട്രോഡാണെന്ന് ഓർക്കുക. ബ്രാസ് പോയി കുത്തരുത്. ഓക്കെ. ഇൻ റെസിസ്റ്റൻസ് ബ്രേസിംഗ് ദ സോഴ്സ് ഓഫ് പവർ സപ്ലൈസ്. റെസിസ്റ്റൻസ് ബ്രേസിംഗിൽ പവർ സപ്ലൈയുടെ സോഴ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സ്പെൽറ്റർ എന്ന് പറയുന്നതാണ് ബ്രേസിംഗ് അലോയി. അതിൻ്റെ അകത്ത് കോപ്പറും സിങ്കും ആയിരിക്കും, അതായത് ബ്രാസ് ആയിരിക്കും. 50% സിങ്ക്, 50% കോപ്പർ ആയിരിക്കും. ഇൻ ദിസ് മെത്തേഡ് ഓഫ് ബ്രേസിംഗ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഫില്ലർ മെറ്റൽ റേഞ്ചസ് ഫ്രം 620 to 800 degrees Celsius ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസ്ട്രുമെന്റ് മേക്കിംഗ്. ദിസ് മെത്തേഡ് ഈസ്, അതിനെ പറയുന്ന പേരാണ് സിൽവർ ബ്രേസിംഗ്. ഓക്കെ. വൈ വുഡ് ഇറ്റ് ബി ഇമ്പോസിബിൾ ടു ബ്രേസ് അലൂമിനിയം വിത്ത് നോർമൽ ബ്രാസ് ബ്രേസിംഗ് റോഡ്സ്? അപ്പോൾ അലൂമിനിയം ബ്രാസ് ബ്രേസിംഗ് റോഡ്സ് വെച്ചിട്ട് ബ്രേസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 660 ആണ്, ബ്രാസിൻ്റെ 980 ആ റേഞ്ചിൽ വരും. ഓക്കെ. അപ്പോൾ നമുക്കവിടെ ബ്രേസിങ് നടക്കത്തില്ല. ബിക്കോസ് അലൂമിനിയം ഹാസ് ടു ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് വുഡ് ഇറ്റ് മെൽറ്റ് ബിഫോർ ബ്രാസ്. ബ്രാസ് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ബേസ് മെറ്റലായിട്ടുള്ള അലൂമിനിയം മെൽറ്റ് ചെയ്യും. വിച്ച് ഓഫ് ദ ഫോളോയിങ് അബ്രസീവ് മെറ്റീരിയൽസ് വുഡ് ബി യൂസ് ടു ക്ലീൻ ദ സ്റ്റീൽ ബിഫോർ ബ്രേസിംഗ്? അപ്പോൾ സ്റ്റീലിനെ ക്ലീൻ ചെയ്യുന്നു ബ്രേസിങ്ങിന് മുന്നേ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് എമരി ക്ലോത്ത് ആണ്. ഓക്കെ. വാട്ട് ഈസ് ഫ്ലെക്സ് യൂസ്ഡ് ഫോർ ബ്രേസിംഗ്? ബ്രേസിങ്ങിന് യൂസ് ചെയ്യുന്ന ഫ്ലെക്സിൻ്റെ യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ടു പ്രിവെൻറ്റ് സ്റ്റീൽ ഫ്രം ഓക്സിഡൈസിങ് ഡ്യൂറിങ് ബ്രേസിംഗ്, ടു സ്പീഡ് ഓഫ് ബ്രേസിംഗ് പ്രോസസ്, ടു ക്ലീൻ ദ മെറ്റൽ ബൈ ഡിസോൾവിങ് എനി ഓക്സൈഡ് ഓൾറെഡി പ്രസൻറ്റ്. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി, ടു ക്ലീൻ ദ മെറ്റൽ ബൈ ഡിസോൾവിങ് എനി ഓക്സൈഡ് ഓൾറെഡി പ്രസൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ബ്രേസിംഗ് ഈസ് കംപ്ലീറ്റഡ് വർക്ക് പീസ് ഷുഡ് ബി കൂൾഡ്. ബ്രേസിംഗ് കഴിഞ്ഞാൽ വർക്ക് പീസ് സ്ലോലി ആയിരിക്കണം കൂൾ ചെയ്യുന്നത്. ഓക്കെ. ഇൻ ബ്രേസിംഗ് വിച്ച് പ്രോപ്പർട്ടി ഓഫ് ഫില്ലർ മെറ്റൽ മേക്സ് ഇറ്റ് ഫ്ലോ ഇൻ സ്മോൾ ക്ലിയറൻസസ്? അപ്പോൾ ആ ചെറിയ ഗ്യാപ്പിലേക്ക് ആ ഫില്ലർ മെറ്റൽ ഇറങ്ങുന്ന ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപ്പിലാരിറ്റിയാണത്. ഓക്കെ. വാട്ട് ഈസ് ബ്രേസിംഗ് ഫില്ലർ റോഡ് മെയ്ഡ് ഓഫ്? നേരത്തെ പറഞ്ഞായിരുന്നു, അത് ബ്രാസ് ആണ്. ഫോർ ബ്രോൺസ് വെൽഡിംഗ് വിച്ച് ടൈപ്പ് ഓഫ് ഓക്സിയസറ്റിൻ ഫ്ലെയിം ഈസ് യൂസ്ഡ്? ബ്രോൺസ് വെൽഡിങ്ങിന് സ്ലൈറ്റ്ലി ഓക്സിഡൈസിങ് ഫ്ലെയിമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ സിൽവർ ബ്രേസിംഗ് ഫില്ലർ മെറ്റൽ ഈസ് സിൽവർ അലോയ് ആൻഡ് അലോയ് വിത്ത് മോർ ദാൻ -% സിൽവർ ക്യാൻ ബി കൺസിഡർഡ് ആസ് സിൽവർ അലോയ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 10% ആണ്. 10% സിൽവറിനെ നമുക്ക് സിൽവർ അലോയ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സിൽവർ ബ്രേസിംഗ് ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ് ഇലക്ട്രിക്കൽ പാർട്സ് റിക്വയറിംഗ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ജോയിനിങ് ഡിസിമിലർ മെറ്റൽസ്, ബ്രേസിംഗ് ഓഫ് ടങ്സ്റ്റൻ കാർബൈഡ് ടിപ്സ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. ഈ ഓരോ പോയിന്റും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇൻ സിൽവർ ബ്രേസിംഗ് ദ ഫ്ലെക്സ് ഈസ് യൂസ്ഡ് ഫോർ. സിൽവർ ബ്രേസിംഗിൽ ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത് കെമിക്കലി ക്ലീനിങ് ദ ബേസ് മെറ്റൽ, റിമൂവിങ് ദ ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ വേൾഡ്, അലോയിങ് ദ മോൾട്ടൺ മെറ്റൽ ടു ഫ്ലോ ഈസിലി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. ബ്രേസിംഗ് ഈസ് ജനറലി ഡൺ. ബ്രേസിംഗ് ജനറലി ചെയ്യുന്നത് എബവ് 450 ആണ്. ഫില്ലർ മെറ്റൽ യൂസ്ഡ് ഡ്യൂറിങ് ബ്രേസിംഗ് ഈസ് ആൻ അലോയ് ഓഫ്. നേരത്തെ പറഞ്ഞായിരുന്നു ഫില്ലർ മെറ്റൽ ബ്രേസിംഗിൽ യൂസ് ചെയ്യുന്നത് കോപ്പർ ആൻഡ് സിങ്ക് ആണ്. വെൻ ദ അപ്ലൈഡ് ലോഡ് ഈസ് ഓൾവേസ് ഇൻ വൺ ഡയറക്ഷൻ ദ ടൈപ്പ് ഓഫ് ത്രെഡ് പ്രിഫേർഡ് ഇസ്. ഇപ്പം വൺ ഡയറക്ഷനിലാണ് അപ്ലൈഡ് ലോഡ് വരുന്നത്, അവിടെ ബട്ടർ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് കൺസിഡർ സ്ട്രോങ് ആൻഡ് ഫ്രീക്വൻലി യൂസ്ഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ? അപ്പം സ്ട്രോങ്ങും ഫ്രീക്വൻലി യൂസ്ഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്മെ ത്രെഡാണ്. ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു ബ്രിങ് ദ ഡ്രിവൺ ഷാഫ്റ്റ് ടു സ്പീഡ് ഇൻ എ ഗ്രാജുവൽ മാനർ വിച്ച് ടൈപ്പ് ഓഫ് ഡിവൈസ് വിൽ ബി യൂസ്ഡ്? ഇപ്പോൾ ഡ്രിവൺ ഷാഫ്റ്റിൻ്റെ സ്പീഡ് ഗ്രാജുവൽ മാനറിൽ കുറയ്ക്കാനായിട്ട് നമ്മൾ ഏത് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്? കപ്ലിംഗ് ആണോ, ക്ലച്ച് ആണോ, ഗിയർ ആണോ, ബെൽറ്റ് ഡ്രൈവ് ആണോ? ഇത് കൺഫ്യൂഷൻ വരിക ക്ലച്ചും ഗിയറും ആയിരിക്കും. ആൻസർ ക്ലച്ച് ആണ്. ഓക്കെ. ഇഫ് ഇൻ എ ബെൽറ്റ് ഡ്രൈവ് ദ സെൻസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ബോത്ത് പുള്ളീസ് ഇസ് സെയിം. പുള്ളിയുടെ റൊട്ടേഷൻ സെയിം ഡയറക്ഷനാണ്. അപ്പോൾ ആ ഡ്രൈവിനെ പറയുന്ന പേര് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണ്. ഇൻ എ ബെൽറ്റ് ഡ്രൈവ് പുള്ളീസ് ആർ മെയ്ഡ് എ സ്ലൈറ്റ്ലി കോൺവെക്സ് സർഫസ്. ഓക്കെ. ദിസ് കോൺവെക്സ് സർഫസ് ഈസ് കോൾഡ് ക്രൗൺ. അതിനെ ക്രൗണിങ് എന്നാണ് പറയുന്നത്. ആ സർഫസിനെ ക്രൗൺ എന്ന് പറയും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ടൈമിംഗ് ബെൽറ്റ്? ടൈമിംഗ് ബെൽറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ദേ മേക്ക് ടു മച്ച് നോയ്സ്. ദേ ആർ ടൂത്ത്ഡ് ബെൽറ്റ്. ഇത് കറക്റ്റാണ്. സ്ലിപ്പേജ് ഇല്ല. ഡ്രൈവിംഗ് ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് റിമെയിൻ സിങ്ക്രണൈസ്. ഇവിടെ നോയ്സ് ഉണ്ടാകത്തില്ല. ദേ മേക്ക് ടു മച്ച് നോയ്സ് ആണ് ഇവിടുത്തെ
ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെൽറ്റ് മെറ്റീരിയൽസ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് അസിഡിക് ആൻഡ് വെറ്റ് കണ്ടീഷൻ? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബെൽറ്റ് മെറ്റീരിയൽ എന്ന് വരുന്ന എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ബെലാറ്റ ആണ്. ഓക്കെ, ബെലാറ്റ അസിഡിക് ആൻഡ് വെറ്റ് കണ്ടീഷനിൽ യൂസ് ചെയ്യുന്ന ബെൽറ്റ് മെറ്റീരിയൽ. ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ് കോൺഫിഗറേഷൻ ഈസ് യൂസ്ഡ് വെൻ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി നമ്മൾ പ്ലെയിനറിൽ യൂസ് ചെയ്യുന്നതാണ്, പ്ലെയിനിങ് മെഷീനിൽ. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡ്രൈവിംഗ് ആൻഡ് ഡ്രൈവ് ഷാഫ്റ്റ് ഈസ് ടു ലാർജ്, അല്ല വെലോസിറ്റി റേഷ്യോ ടു ലാർജ്. ഇറ്റ് ഈസ് റിക്വയർഡ് ടു സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ഡ്രിവൺ ഷാഫ്റ്റ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി പ്ലെയിനറിൽ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. ഓക്കെ, ആൻ എക്സാമ്പിൾ ഓഫ് യൂസ് ഓഫ് സ്റ്റെപ്ഡ് പുള്ളി ഡ്രൈവ്. അപ്പോൾ സ്റ്റെപ്ഡ് കോൺ പുള്ളി നമ്മൾ യൂസ് ചെയ്യുന്നത് ലെയ്ത്തിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ലോങ് സിലിണ്ടറിക്കൽ കപ്ലിംഗ് ബോർഡ് ആൻഡ് കീ ടു ഫിറ്റ് ഓവർ ബോത്ത് ഷാഫ്റ്റ്. ഇറ്റ് ഈസ് കോൾഡ് എന്ന് പറയുന്നത് ലോങ് സിലിണ്ടറിക്കൽ കപ്ലിംഗ് ആണ്. അതിനെ പറയുന്ന പേര് മഫ് കപ്ലിംഗ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് കപ്ലിംഗ്സ് ഗീവ്സ് എ സോഫ്റ്റ് സ്റ്റാർട്ട്? അതിന്റെ ആൻസർ ഫ്ലൂയിഡ് കപ്ലിംഗ് ആണ്. സോഫ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, എ കപ്ലിംഗ് വിച്ച് ഹാസ് എ യോക്ക് ഓൺ ഈച്ച് ഷാഫ്റ്റ്. ഇപ്പോൾ നമ്മൾ കപ്ലിംഗ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു യൂണിവേഴ്സൽ കപ്ലിംഗിൽ യോക്ക് ഉണ്ടെന്ന്. ആൻസർ ഓപ്ഷൻ എ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് കപ്ലിംഗ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഓഫ് വെഹിക്കിൾ? അപ്പോൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ യൂസ് ചെയ്യുന്നതും യൂണിവേഴ്സൽ കപ്ലിംഗ് ആണ്, അല്ലെങ്കിൽ അതിനെ ഹുക്സ് കപ്ലിംഗ് എന്നും പറയും. നോർമലി എ ഗിയർ മെഷസ് വിത്ത് അനദർ ഗിയർ, ബട്ട് എ ഗിയർ ക്യാൻ ഓൾസോ മെഷ് വിത്ത് എ നോൺ റൊട്ടേറ്റിംഗ് ടൂത്ത്ഡ് പാർട്ട്. നോൺ റൊട്ടേറ്റിംഗ് ടൂത്ത്ഡ് പാർട്ട് അതിനെ പറയുന്ന പേരാണ് റാക്ക്. ഓക്കെ, റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം. വെൻ ദ സിറ്റുവേഷൻ ഈസ് സച്ച് ദാറ്റ് പവർ ഹാസ് ടു ബി ട്രാൻസ്മിറ്റഡ് അറ്റ് ആൻ ആംഗിൾ, ഗിയേഴ്സ് യൂസ്ഡ് ആർ. പവർ നമുക്ക് ഒരു ആംഗിളിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പർ ആണോ, ഹെലിക്കൽ ആണോ, ഹെറിംഗ് ബോൺ ആണോ? ആൻസർ എന്ന് പറയുന്നത് ബിവൽ ഗിയർ ആണ്. ഹെറിംഗ് ബോൺ ഗിയേഴ്സ് റിസംബിൾസ് ടു ഡാഷ് ഗിയേഴ്സ് ദാറ്റ് ഹാവ് ബീൻ പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ ഗിയേഴ്സിനെയാണ് ഹെറിംഗ് ബോൺ ഗിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദ സൺ ആൻഡ് പ്ലാനറ്റ് ഗിയറിംഗ് യൂസ്ഡ് ഇൻ ഡിഫറൻഷ്യൽ ഈസ് ഓഫ് ദ ടൈപ്പ്. അപ്പോൾ സൺ ആൻഡ് പ്ലാനറ്റ് ഗിയറിന്റെ കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണ്. ഡാഷ് ഗിയേഴ്സ് റിസംബിൾസ് സ്പൈറൽ ബിവൽ ഗിയേഴ്സ്. സ്പൈറൽ ബിവൽ ഗിയേഴ്സിന് റിസംബിൾ ആയിരിക്കും, ബട്ട് എക്സെപ്റ്റ് ദാറ്റ് ദ ഷാഫ്റ്റ് ആക്സിസ് ഡു നോട്ട് ഇന്റർസെക്ട്. ഷാഫ്റ്റ് ആക്സിസ് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അത് ഹൈപ്പോയിഡ് ഗിയർ ആണ്, നോൺ ഇന്റർസെക്റ്റിംഗ് ആണ്. ഓക്കെ, ബിവൽ ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോരുത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യൂസ്ഡ് ടു റൺ ചെയിൻസ്? ഇപ്പോൾ ചെയിൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്രോക്കറ്റ് ആണ്. ആ ചെയിനിൽ നിന്നുള്ള ഔട്ട് ഓഫ് സിലബസ് ആണ്, എങ്കിലും ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇൻ എ പെയർ ഓഫ് ഗിയേഴ്സ് ദ എമൗണ്ട് ഓഫ് ക്ലിയറൻസ് ബിറ്റ്വീൻ മേറ്റഡ് ഗിയർ ടീത്ത് ഈസ് കോൾഡ്. അതായത് രണ്ട് ഗിയർ മെഷ് ചെയ്യാൻ നേരത്ത് ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. അതിനെ പറയുന്ന പേരാണ് ബാക്ക്ലാഷ് എന്ന് പറയും. ഓക്കെ, മേറ്റഡ് ഗിയർ ടീത്ത് ഈസ് കോൾഡ് ബാക്ക്ലാഷ്. ഇൻ എ ഗിയർ അഡൻഡം പ്ലസ് ഡിഡൻഡം ഈസ് ഈക്വൽ ടു. ഗിയറിൽ അഡൻഡവും ഡിഡൻഡവും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഹോൾ ഡെപ്ത് ആണ്. ഇപ്പോൾ മേറ്റിംഗ് ഗിയറിൽ രണ്ട് അഡൻഡം എന്ന് പറയുന്നത് അതിൻ്റെ വർക്കിംഗ് ഡെപ്ത് ആയിരിക്കും. ഈ വർക്കിംഗ് ഡെപ്തിനെ ഹോൾ ഡെപ്തിൽ നിന്ന് ക്ലിയറൻസ് മൈനസ് ചെയ്താലും നമുക്ക് കിട്ടും. അപ്പോൾ ആ വാല്യൂ ഓർത്ത് വെച്ചേക്കുക. ഹോൾ ഡെപ്ത് എന്ന് പറയുമ്പോൾ മോഡ്യൂളിൻ്റെ ടൈമിൽ അഡൻഡം 1 മോഡ്യൂളാണ്, ഡിഡൻഡം 1.157 മോഡ്യൂളാണ്. അപ്പോൾ ടോട്ടൽ 2.157 മോഡ്യൂളാണെന്നും കൂടെ ഹോൾ ഡെപ്തിനെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദ റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പിച്ച് ഡയമീറ്റർ ആൻഡ് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ഗിയർ ഈസ് കോൾഡ്. അപ്പോൾ ആ പിച്ച് സർക്കിൾ ഡയമീറ്ററിൽ നിന്ന് ഔട്ട്സൈഡ് ഡയമീറ്റർ വരെയുള്ള ആ റേഡിയൽ ഡിസ്റ്റൻസിന് പറയുന്ന പേരെന്താണ്? അതിനെ പറയുന്ന പേരാണ് അഡൻഡം. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ ക്ലച്ചസ് ഈസ് ആർ സ്മൂത്ത് എൻഗേജ്മെന്റ്, ഇൻസ്റ്റന്റ് ആൻഡ് ഈസി എൻഗേജ്മെന്റ്, സിമ്പിൾ ആൻഡ് ഈസി റെഗുലേറ്റിംഗ്, ഓൾ ഓഫ് ദ എബോവ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. അപ്പോൾ ഫ്രിക്ഷൻ ക്ലച്ചസിന്റെ ഈ ഓരോ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൂസ് പുള്ളി ഈസ് എ പുള്ളി വിച്ച്. ലൂസ് പുള്ളി എന്ന് പറയുന്നത് അത് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും റൺ ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ ഫാസ്റ്റ് പുള്ളി ഉണ്ട്. ഫാസ്റ്റ് പുള്ളി ഈസ് എ പുള്ളി വിച്ച് ഫിക്സഡ് ടു ദ ഷാഫ്റ്റ്. അപ്പോൾ ഈ പോയിന്റ് രണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ, ജോക്കി പുള്ളി ഈസ് ദാറ്റ് വിച്ച്. ജോക്കി പുള്ളി നമ്മൾ എന്തിനായിരുന്നു കൊടുത്തിരുന്നത്? ഏരിയ ഓഫ് കോണ്ടാക്ട് കൂട്ടാനായിട്ടായിരുന്നു പുള്ളിയിൽ. ഇൻക്രീസ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഇൻ പുള്ളി. ഡ്രൈവർ ആൻഡ് ഡ്രിവൺ പുള്ളീസ് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഡ്രൈവറും ഡ്രിവണും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്രോസ് ബെൽറ്റ് ഡ്രൈവിലാണ്. ഓക്കെ, യൂഷ്വലി ഔട്ടർ സർഫസ് ഓഫ് പുള്ളി ഈസ് ഫിനിഷ്ഡ് വിത്ത് ലിറ്റിൽ കോൺവെക്സിറ്റി വിച്ച് ഈസ് നോൺ ആസ് crowning of pulley. The belt movement upon the outer surface of the pulleys within the area of contact is known as. Belt movement ആണ്
ഔട്ടർ സർഫസ് ഓഫ് ദ പുള്ളീസ് വിത്തിൻ ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. അതിന് പറയുന്ന പേരാണ് ക്രീപ്പിംഗ്. ഓക്കെ, ദ ബെൽറ്റ് മൂവ്മെന്റ് അപ്പോൺ ദ സർഫസ് ഓഫ് ദ പുള്ളീസ് വിത്തിൻ നെക്സ്റ്റ് അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്ലച്ചസ് ആർ യൂസ്ഡ് വെയർ. ക്ലച്ചസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സ്പീഡ് ഓഫ് മെഷീൻ is changed after stopping the driving unit. Speed of machine can be changed without stopping the driving unit. Machine requires repair. അപ്പോൾ നമുക്ക് ആ ഡ്രൈവിംഗ് യൂണിറ്റിനെ സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. കപ്ലിങ്സ് ആർ യൂസ്ഡ് ടു ജോയിൻ ദ ഷാഫ്റ്റ് വെൻ ഇറ്റ് ഈസ് റിക്വയർഡ് ടു couple the shaft permanently, disconnect the shaft when required and also to compensate a little misalignment. ഇപ്പോൾ കപ്ലിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡിസ്കണക്ട് ദ ഷാഫ്റ്റ് വെൻ റിക്വയർഡ് ആൻഡ് ഓൾസോ ടു കോമ്പൻസേറ്റ് എ ലിറ്റിൽ മിസ്അലൈൻമെന്റ്. ഫ്ലെക്സിബിൾ കപ്ലിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഗിയർ ടീത്ത് ആർ കട്ട് അറ്റ് ആൻ ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ഗിയർ. ഇപ്പോൾ ഒരു ആംഗിളിൽ കട്ട് ചെയ്തിരിക്കുന്നത് ഹെലിക്കൽ ഗിയർ ആണ്. ഓക്കെ, ഇൻ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഗിയറിംഗ് ദ ഗിയറിംഗ് ഗ്രേറ്റർ റേഷ്യോ മേ ബി ഇംപ്ലൈഡ്. അതെന്ന് പറയുന്നത് വേം ഗിയർ ആണ്. സ്പീഡ് റിഡക്ഷൻ റേഷ്യോ കൂടുതലുള്ളത് വേം ഗിയറിംഗിലാണ്. നെയിം ദ ടേം റിലേറ്റിംഗ് ടു ദ ഗിയേഴ്സ് വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദീസ് ആർ ദ ഔട്ട്ലൈൻസ് ഓഫ് ദ ഇമാജിനറി സ്മൂത്ത് റോളേഴ്സ് ഓർ ഫ്രിക്ഷൻ ഡിസ്ക് ഇൻ എവറി പെയർ മേറ്റിംഗ് ഗിയേഴ്സ്. അതിന് പറയുന്ന പേര് പിച്ച് സർക്കിൾ എന്നാണ്. ഒരു ഇമാജിനറി സർക്കിൾ ആണത്. ഇൻ എ ഗിയർ പിച്ച് ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ടീത്ത്. ഇപ്പോൾ പിച്ച് സർക്കിൾ ഡയമീറ്ററിനെ നമ്പർ ഓഫ് ടീത്ത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് മോഡ്യൂളാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡയമെട്രൽ പിച്ച് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഡി പി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. ഡയമെട്രൽ പിച്ച് ആണെന്ന് ഓർക്കുക. പി സി ഡി എന്ന് ചോദിച്ചിട്ട് ഫുൾ ഫോം ചോദിക്കും. പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണെന്ന് ഓർക്കുക. ഇത് വെച്ചിട്ടാണ് ഗിയറിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഗിയർ ടൂത്തിനെ സ്പെസിഫൈ ചെയ്യുന്നത്, ഗിയർ ടൂത്തിന്റെ പ്രൊപ്പോർഷൻ പറയുന്നത് മോഡ്യൂൾ വെച്ചിട്ടാണ്. ഓക്കെ, ദ ഹൈറ്റ് ഫ്രം ദ പിച്ച് സർക്കിൾ ഓഫ് എ ഗിയർ ടു ദ ടിപ്പ് ഓഫ് ദ ടൂത്ത് ഇസ് കോൾഡ്. അത് ആ ഡണ്ടം തന്നെയാണ്. ഓക്കെ, പിച്ച് സർക്കിളിൽ നിന്ന് ആ ടൂത്തിന്റെ ടിപ്പ് വരെയുള്ള ആ ഹൈറ്റ്. ഡെപ്ത് ഓഫ് ദ ടൂത്ത് സ്പേസ് ഓഫ് എ ഗിയർ ബിലോ ദ പിച്ച് സർക്കിൾ. ഈ ഡെപ്ത് ആണ് പറഞ്ഞിരിക്കുന്നത് ബിലോ പി സി ഡി. ഓക്കെ, ബിലോ പിച്ച് സർക്കിൾ അതിനെ പറയുന്നത് ഡിഡൻഡോ എന്നാണ്. ഇൻ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഗിയറിംഗ് ദ ആക്സിയൽ ത്രസ്റ്റ് ഇസ് മിനിമൈസ്ഡ്. ഇപ്പോൾ ആക്സിയൽ ത്രസ്റ്റ് മിനിമൈസ് ചെയ്തിരിക്കുന്നത് സ്പർ ഗിയറിംഗിലാണോ, ഹെറിംഗ് ബോൺ ഗിയറിംഗ് ആണോ, ബിവൽ ഗിയറിംഗ് ആണോ, വേം ഗിയറിംഗ് ആണോ? ഹെറിംഗ് ബോൺ ഗിയറിംഗിലാണ്. A gear of which the general form is cylindrical and teeth are parallel to the center line. സിലിണ്ടറിക്കൽ ആണ്, ടീത്ത് ആർ പാരലൽ ടു ദ ആണ് സെൻട്രൽ ലൈൻ. അതിന് സ്പർ ഗിയർ എന്നാണ് പറയുന്നത്. ജോക്കി പുള്ളി ഈസ് യൂസ്ഡ് വിത്ത്. ജോക്കി പുള്ളി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലാണെന്ന് ഓർക്കുക. ഓക്കെ, വി ബെൽറ്റ് ഈസ് ഫിറ്റ് ഫോർ. വി ബെൽറ്റ് നമ്മൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ജോക്കി പുള്ളി? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് റേഷ്യോ ഓഫ് ദ ഡ്രൈവ്. It is used to decrease the speed ratio. It does not affect the speed ratio of the drive. സ്പീഡ് റേഷ്യോ ഇത് അഫക്റ്റ് ചെയ്യുന്നേയില്ല. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ദ പുള്ളി ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 times ഓഫ് ദ ലാർജർ പുള്ളി ഡയമീറ്റർ ആണ്. ആക്ച്വലി അത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ആയിരുന്നു വരേണ്ടത്. ജോക്കി പുള്ളി ആർക്ക് ഓഫ് കോണ്ടാക്ട് കുറയാതിരിക്കാനായിട്ട്. ഓക്കെ, അപ്പം നിമിയുടെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഒബ്ജക്ഷൻ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് പവർ ലോസ് ഇൻ ബെൽറ്റ് ഡ്രൈവ്? പവർ ലോസിന് കാരണം എന്ത്? സ്ലിപ്പ് ഒൺലി കോസസ് ഫോർ പവർ ലോസ്. സ്ലിപ്പ് കാരണം പവർ ലോസ് ഉണ്ടാകും. ക്രീപ്പ് ഒൺലി ക്രോസ് ഫോർ പവർ ലോസ്. നെയ്തർ സ്ലിപ്പ് നോർ ക്രീപ്പ് കോസസ് പവർ ലോസ്. സ്ലിപ്പ് ആൻഡ് ക്രീപ്പ് ജോയിന്റ്ലി കോസ് ഫോർ പവർ ലോസ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്ലിപ്പും ക്രീപ്പും പവർ ലോസിന് കാരണമാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് വി ബെൽറ്റ് ഡ്രൈവ്? വി ബെൽറ്റ് ഡ്രൈവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കറക്റ്റ് അല്ലാത്തത് ഇത് കോമ്പാക്റ്റ് ആണ്. കറക്റ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി ഈസിലി റീപ്ലേസ്ഡ് ആൻഡ് മെയിൻ്റെനൻസ് ഈസ് ഈസി. ഇറ്റ് കോസസ് ലെസ് നോയ്സ് ആൻഡ് വൈബ്രേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് വെയർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡ്രൈവർ ആൻഡ് ഡ്രിവൺ പുള്ളി ഈസ് മോർ. ഇതാണ് തെറ്റായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. അതായത് ഡ്രൈവറും ഡ്രിവണും ഡിസ്റ്റൻസ് കുറവുള്ള സ്ഥലത്താണ് വി ബെൽറ്റ് ഡ്രൈവ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെൽറ്റ് ഫാസ്റ്റനേഴ്സ് ഈസ് യൂസ്ഡ് ഫോർ ഹെവി ഡ്യൂട്ടി മെഷീൻസ്? ഇത് അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെവി ഡ്യൂട്ടി മെഷീൻസിൽ ലാഗ്രലെ ടൈപ്പ് ബെൽറ്റ് ഫാസ്റ്റനേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. എ മെയിൻ ഷാഫ്റ്റ് ഈസ് റണ്ണിങ് അറ്റ് 250 RPM ആൻഡ് മെഷീൻ സ്പിൻഡിൽ ഈസ് ടു ബി ഡ്രിവൺ ഡയറക്ട്ലി ഫ്രം ദ മെയിൻ ഷാഫ്റ്റ് ടു ടേൺ അറ്റ് 125 RPM. ഇഫ് ദ diameter of the pulley fitted on the machine spindle is 20 cm, what would be the diameter of the pulley fitted on main shaft? ഓക്കെ, അപ്പോൾ ഇവിടെ ഡ്രൈവറിൻ്റെ ഓക്കെ N1/N2 ഈസ് ഇക്വൽ ടു D2/D1.
ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ N1 എന്ന് പറയുന്നത് 250 N2 എന്ന് പറയുന്നത് 125 ആണ്. നമുക്ക് തന്നിരിക്കുന്നത് D2 തന്നിട്ടുണ്ട്, D1 കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമുക്കത് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. N1 250 125, ഇത് നോട്ട് ചെയ്യുക. ആൻസറിൽ mm ആണ്, അപ്പോൾ 20 എന്നുള്ളത് 200 ആക്കുക. ഓക്കെ, ഡിവൈഡഡ് ബൈ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് D1 ആണ്. ഇത് തമ്മിൽ നമുക്ക് വെട്ടി തന്നെ ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും. D1 എന്ന് പറയുന്നത് 200/2 വരും. ആൻസർ 100 mm ആണ്. ഇപ്പം നമ്മൾ ഈ സെൻറ്റിമീറ്റർ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ 10 mm ആണ്, അതുപോയി ആൻസർ ചെയ്യും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 100 mm ആണ്. നെക്സ്റ്റ്, വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഫോർമുല ഫോർ സ്പീഡ് റേഷ്യോ ഓഫ് പുള്ളി? ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഡ്രൈവറിൻ്റെയും ഡ്രിവൻ്റെയും ആ ടൈമിൽ തന്നെ എഴുതുക. ഇപ്പോൾ ഡയമീറ്റർ ഓഫ് ഡ്രൈവർ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഡ്രിവൻ പറഞ്ഞിട്ടുണ്ട്, സ്പീഡ് പറഞ്ഞിട്ടുണ്ട്, ഡ്രിവൻ്റെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ N ആണ്. ക്യാപിറ്റൽ N/n ഇസിക്കൽ ടു സ്മോൾ d/ക്യാപിറ്റൽ D ആണ്. അപ്പോൾ N/d ഇസിക്കൽ ടു d/സ്മോൾ n വരും. അപ്പോൾ ആ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ഗിയർ ഈസ് 150 mm ആൻഡ് വെലോസിറ്റി റേഷ്യോ ഈസ് 2:1, വാട്ട് വിൽ ബി ദ പിച്ച് ഡയമീറ്റർ ഓഫ് ദ പിനിയൻ ആൻഡ് ഗിയർ? അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഇപ്പോൾ രണ്ട് ഗിയർ ഉണ്ട്. ഓക്കെ, അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് 150 mm. 150 mm. അപ്പോൾ അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഓരോ ഗിയറിൻ്റെയും റേഡിയസ് തമ്മിൽ കൂട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ടൈംസ് ആയിരിക്കും. ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ടൈംസ് 150, അതായത് 300 ആണ്. പിന്നെ ഓപ്ഷനിലേക്ക് നോക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആൻസർ കിട്ടി കാണും. ഓക്കെ, എൻ്റെ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത് 300 ആണ്. ഇനി 2:1 എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പിനിയൻ്റെയും ഗിയറിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ വരുന്നത് ചെറിയ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഗിയർ എന്ന് പറയുന്നത് വലിയ വാല്യൂ. ഇപ്പോൾ 300നെ 3 വെച്ച് റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, 300/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. അപ്പോൾ അടുത്തത് 200 ആയിരിക്കും. അപ്പോൾ 100 ആൻഡ് 200 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്ക് MCQയോടൊപ്പം തന്നെ ഈ 5th മൊഡ്യൂളിൽ നിന്ന് ബാക്കിയുള്ള ബോൾട്ട്, സ്ക്രൂസ്, പിന്നെ വാഷർ, നെറ്റ്സ്, അതുപോലെയുള്ള ടോപ്പിക്ക്, ക്വാർട്ടർ പിന്നെ അതൊക്കെ നോക്കിപ്പോവാം. ഓക്കെ, പിന്നെ വേറൊരു ഡൗട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കട്ടിങ് സ്പീഡ് 22/7 വെച്ച് ചെയ്യുന്നത്, അത് നമ്മൾ ലോജിക്കലി ആ ക്വസ്റ്റ്യൻ കിട്ടാൻ നേരത്ത് നോക്കണ്ടേ. ഇപ്പോൾ ഒരു V = πdn/1000. ഓക്കെ, അതാണ് നമ്മുടെ ഫോർമുല. ഇതിൽ V എന്ന് പറയുന്നത് മീറ്റർ പെർ മിനിറ്റിലായിരിക്കും തന്നിരിക്കുന്നത്. N എന്ന് പറയുന്നത് RPM നമുക്ക് കണ്ടുപിടിക്കണം. D നമുക്ക് MM തന്നിരിക്കുന്നത് നോക്കണം. മീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ 1000ൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പം വിയുടെ വാല്യൂ ഒരു 44 ആണെന്ന് ഓർത്തോ. നമുക്ക് D തന്നിരിക്കുന്നത് 49. ഓക്കെ, ഈ സിറ്റുവേഷനിലാണ് നമ്മൾ പൈയുടെ വാല്യൂ 22/7 വെച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് N കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, /1000 ഇട്ട് കൊടുക്കുക. ഈ 7ഉം, അതായത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് വെട്ടി ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇവിടെ 7 വരും, ഈ 22ഉം 44ഉമായിട്ട് വെട്ടാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് Nൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ റിവൈസ് ചെയ്യാൻ നോക്കുക. ഇപ്പം 150 ക്വസ്റ്റ്യൻ നമ്മളിപ്പം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.